ഹായ് അസ്സലാമലൈക്കും വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സ്റ്റൈലിൽ അയില പൊള്ളിച്ചതാണ് ഉണ്ടാക്കണം. അതിന് ആവശ്യമായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അതിന് പച്ചമുളകിന് പകരം എപ്പോഴും നിങ്ങൾ കാന്താരി മുളക് യൂസ് ചെയ്യണം, ഏറ്റവും ടേസ്റ്റാണ്. അതുകൊണ്ട് പ്രത്യേകം വേണം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ പച്ചമുളക് ഇട്ടേക്കണം. പക്ഷേ ഞാൻ കാന്താരി മുളകായിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഒരു പാനിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അതിട്ടതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇടാം. മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കണം, മുളക് പൊടിയല്ല, പ്രത്യേകം പറയാം. ക്യാമറയിൽ റെഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം നന്നായിട്ട് എരിവ് വേണം, നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ അളവ് പറയണമെങ്കിൽ ഇപ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ഉപ്പ് ഞാൻ ഈ ഗ്രേവിക്ക് ആവശ്യമായതാണ്. ഞാൻ അയിലയിൽ ഉപ്പ് തേച്ച് പിടിപ്പിച്ച് 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഉപ്പ് തേച്ച് വെക്കണം. മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ തേച്ചു, അതിൻ്റെ കൂടെ കുഴപ്പമില്ല. സോയാ സോസ് 2 സ്പൂൺ, അളവ് പറയണത് അളവ് അറിയാൻ വേണ്ടിയാണ്. പിന്നെ ചില്ലി സോസ് 2 സ്പൂണ്, വലിയ സ്പൂണ് ചില്ലി സോസ്. ടൊമാറ്റോ സോസ് 1 സ്പൂണ് മതി. ഞാൻ സ്പൂൺ അളവ് പ്രത്യേകം പറയണത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് തെറ്റാതിരിക്കാനാണ് കേട്ടോ. അയില എത്രയാണോ അത്ര ആ മീൻ മുങ്ങിക്കിടക്കാൻ രീതിയിൽ വെള്ളം ഒഴിക്കണം. അതിനകത്തേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കണം. നിങ്ങളുടെ കയ്യിൽ ഇനി എന്ത് ഓയിലാണോ ഉള്ളത് അതൊഴിക്കുക. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഒലിവ് ഓയിലാണ്. അതാകുമ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യം പേടിക്കേണ്ട. അതിനകത്തേക്ക് നമുക്ക് ഈ ഉപ്പ് തേച്ച് വെച്ച അയില 4 അയിലുണ്ട്, അത് നമുക്ക് അതിനകത്തേക്ക് പെറുക്കി വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓണാക്കണം. ഇതുവരെ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ലൈക്ക്, ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് അറിയിക്കണം. ഇതുണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് പറയണം. ഇനി നമുക്കത് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിലിടണം കേട്ടോ. എന്നിട്ടാണ് സിമ്മിലിടേണ്ടത്. അതിന് ശേഷം നമുക്ക് അയില ഉടയാണ്ട് പയ്യെ മറിച്ചിടാൻ ഇച്ചിരി റിസ്ക്കൊക്കെയാണ്. അതെ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പയ്യെ ഒന്ന് ഇതായിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അയില നന്നായിട്ട് ഇപ്പോൾ ആണെങ്കിൽ നല്ല വിലക്കുറവിന് അയില കിട്ടുന്നുണ്ട്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അയില പെരുകിയ സമയമാണ്. ഇഷ്ടം പോലെ ഇതേപോലെ ഉണ്ടാക്കി വെറുതെ കിള്ളി ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ, ചോറിൻ്റെ കൂടെ തിന്നാട്ട. മറിച്ചിട്ടിട്ട് പിന്നെ വീണ്ടും മൂടി വെച്ചതിന് ശേഷം നല്ലോണം പറ്റിയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ എന്താ സ്മെല്ല്! ഇനി എന്ത് ടേസ്റ്റാണെന്നറിയാം. ഗ്രേവിയോട് കൂടി നമ്മളത് കിള്ളി ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വായിൽ വെള്ളം വരെയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് അറിയിക്കണേ.